Hi friends, welcome back to our channel. Pradhaman ഒഴിച്ചൊരു ഓണസദ്യ നമുക്ക് ചിന്തിക്കാനേ കഴിയുകയില്ല. പക്ഷേങ്കിൽ പ്രഥമൻ തയ്യാറാക്കുന്നത് പലർക്കും ഒരു മടിയാണ്. അതിന് പ്രധാന കാരണം അതിനെടുക്കുന്ന ടൈമാണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വെറും 10 മിനിറ്റിൽ കുക്കറിൽ തയ്യാറാക്കുന്ന ഒരു പ്രഥമന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കവർ അടയുടെ പ്രഥമനാണ്. ഇതൊരു 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഈ ഒരു പാക്കറ്റ് പ്രഥമന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാമോളം ശർക്കരയാണ്. പിന്നെ നമുക്കൊരു 1/4 കപ്പ് ചൗവരി വേണം. ഇനി നമുക്കതിലേക്ക് ആവശ്യമായത് നാളികേരത്തിൻ്റെ പാലാണ്. ഞാനിവിടെ ഏകദേശം ഒരു 1.5 ഗ്ലാസോളം ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. 4 ഗ്ലാസ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2 നാളികേരം ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ് ഒന്നാം പാൽ. അതൊരു ഏകദേശം ഒരു 1.5 ഗ്ലാസോളം ഉണ്ട്. രണ്ടാം പാൽ ഞാൻ എടുത്തത് അതേ നാളികേരത്തിൽ തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അടിച്ച് പിഴിഞ്ഞെടുത്തതാണ്. ഇനി നമുക്ക് പ്രഥമനിലേക്ക് വറുത്തിടാനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്, കിസ്മിസ്, നാളികേരത്തിൻ്റെ കൊത്ത് ഇത്രയാണ് വേണ്ടത്. ഇനി നമുക്ക് പെട്ടെന്ന് ഈ അടപ്രഥമൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ പ്രഥമൻ നമ്മൾ കുക്കറിൽ 10 മിനിറ്റ് കൊണ്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചൗവരി ഒരു കുറച്ച് വെള്ളത്തിലൊന്ന് 10 മിനിറ്റ് കുതിരാനായിട്ട് വെക്കാം. ചൗവരി ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വരട്ടെ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണം. അതിന് നമുക്ക് ഏകദേശം ഒരു 2 ഗ്ലാസോളം വെള്ളത്തിൽ ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാം. നമുക്ക് ഈ ഒരു അടുപ്പിലേക്ക് ശർക്കര പാനിയാക്കാനായി വെക്കാം. അതേ സമയം തന്നെ അടുത്ത അടുപ്പിലേക്ക് നമുക്ക് കുക്കറിൽ നമ്മുടെ അടയൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അട വേവിക്കാനായിട്ട് നമുക്ക് കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഏകദേശം 1 ലിറ്ററോളം വെള്ളമെങ്കിലും നമ്മൾ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി ചേർക്കാം. നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് അട ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഈ കുക്കറിലെ വെള്ളം നല്ലതുപോലെ ഒന്ന് വെട്ടി തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് അടയിട്ട് കൊടുക്കുന്നത്. നമ്മൾ കുക്കറിൽ വെച്ചിരുന്ന വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ നല്ലതുപോലെ കഴുകി വെച്ചിരുന്ന അട ഇട്ട് കൊടുക്കാം. ഞാനിതൊരു 3 വെള്ളത്തിൽ കഴുകിയെടുത്ത അടയാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ അട ഇവിടെ ഇരുന്ന് ഒരു വിസിൽ വന്ന് വേവട്ടെ. ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് ശർക്കരപ്പാനി നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടയും കുക്കറിൽ ഒരു വിസിലൊക്കെ വന്ന് വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വറുത്തിടാനുള്ളതൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാൻ അതിനായിട്ട് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഞാനിതിലേക്ക് നേരത്തെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്ന നാളികേരത്തിൻ്റെ കൊത്തിട്ട് കൊടുക്കാം. അത് നമുക്ക് നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു പായസം എന്ന് പറയുന്നത് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടപ്രഥമൻ്റെ റെസിപ്പിയാണിത്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമാവുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം.
നാളികേരത്തിൻ്റെ കളറൊക്കെ ചേഞ്ചായി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതിനെ നെയ്യിൽ നിന്ന് കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി സെയിം നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ടിൻ്റെയും കളർ ചേഞ്ചായി ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കതും പാനിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന ഉണക്കമുന്തിരി കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ അട നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടയുടെ പരുവം. ഇതുപോലെ നമ്മൾ കൈ വെച്ച് നോക്കുമ്പോൾ നല്ലതുപോലെ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വരണം. ഇനി നമുക്കിതൊന്ന് സ്റ്റെയിനർ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത നമ്മൾ ടാപ്പിൽ നോർമൽ വാട്ടർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അട തമ്മിൽ സെപ്പറേറ്റ് ആവാൻ വേണ്ടിയാണ്, ഒട്ടിപ്പിടിക്കാതെ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം അടയുടെ ഓവറായിട്ടുള്ള കുക്കിംഗ് നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും. ഇനി നമുക്ക് പ്രഥമൻ തയ്യാറാക്കാനായി നല്ല അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ കഴുകി കുതിരാൻ വെച്ചിരുന്ന ചൗവരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചെടുത്ത ശർക്കരപ്പാനി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചൗവരി നമ്മൾ ഈ ശർക്കരപ്പാനിയിൽ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് അട ഇട്ട് കൊടുക്കാം. നമ്മുടെ ചൗവരി ശർക്കരപ്പാനിയിൽ കിടന്ന് നല്ലതുപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന അട ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടയും ചൗവരിയും എല്ലാം കൂടെ നമ്മുടെ ശർക്കരപ്പാനി കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വെന്ത് വരണം. ആ ശർക്കരപ്പാനിയുടെ ആ ഒരു കളറൊക്കെ ചൗവരിക്കും അടയ്ക്കും ഒക്കെ പിടിക്കുന്നത് വരെ ഒന്ന് നമ്മൾ ഇളക്കി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ കുക്കറിലാണ് വേവിച്ചെങ്കിലും അടയൊക്കെ ഒന്നിനൊന്നോട് തൊടാതെ നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടപ്പുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ പ്രഥമൻ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് പ്രഥമൻ റെഡിയാക്കി എടുക്കാൻ കഴിയും. അപ്പം നമ്മുടെ അട നല്ലതുപോലെ ശർക്കരപ്പാനിയുമായിട്ട് ചേർന്ന് നല്ല ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. ഈ രണ്ടാം പാലിൽ കിടന്ന് നമ്മുടെ അട നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ പ്രഥമൻ ഇവിടെ ഒരു 90% റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, 1 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഞാനിത് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ്, ഇതുകൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ ഒന്ന് ജസ്റ്റ് തിളച്ച് വന്നാൽ മതി. അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യും. നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ച് ജസ്റ്റ് ഒരു തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന നമ്മുടെ കാഷ്യൂ നട്ടും ഉണക്കമുന്തിരിങ്ങയും നാളികേരക്കൊത്തുമാണ്. അത് ഞാൻ ആ വറുത്തെടുത്ത നെയ്യോടുകൂടി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ 10 മിനിറ്റിൽ കുക്കറിൽ തയ്യാറാക്കാവുന്ന പ്രഥമൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ഓണത്തിന് തന്നെ നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.